ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ രാശിക്കാർക്ക് ഇനിയുള്ള കാലം രാജകീയ ജീവിതമാണ് നൽകുന്നത്. നിങ്ങളുടെ വീട് കൊട്ടാരം പോലെ വളരുവാൻ പോകുന്നു. ധനം നിങ്ങളുടെ ജീവിതത്തിൽ കുമിഞ്ഞു കൂടുകയാണ്. വരുന്നത് ലക്ഷ്മി നാരായണ യോഗമാണ്. നിങ്ങളെ ശരിക്കും ആശ്ചര്യപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്ന നേട്ടങ്ങളാണ് ഈ നാളുകാർക്ക് വന്നു ചേരുവാൻ പോകുന്നത്. ജ്യോതിഷത്തിൽ പല രീതിയിലുള്ള യോഗങ്ങൾ വന്നെത്തുന്നുണ്ട്. ചില യോഗങ്ങൾ ചില രാശിക്കാരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റമാണ് സംഭവിക്കുക. അതുപോലെ വലിയ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ഇപ്പോൾ മീനരാശിയിൽ ലക്ഷ്മി നാരായണ രാജയോഗം രൂപപ്പെടുവാൻ പോവുകയാണ്. ഈ യോഗം ശുക്രനും ബുധനും ചേർന്നാണ് രൂപപ്പെടുന്നത്. ഏപ്രിൽ ബുധനും ധനത്തിൻ്റെ ദാതാവുമായ ശുക്രനും ചേർന്നാണ് ഈ യോഗം സൃഷ്ടിക്കുന്നത്. ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ യോഗം സൗഭാഗ്യം കൊണ്ടുവരിക എന്ന് നോക്കാം. ആദ്യം വൃശ്ചികം രാശിക്കാരാണ്. ലക്ഷ്മി നാരായണ യോഗം മൂലം ഈ രാശിക്കാർക്ക് വമ്പൻ ലാഭമാണ് വന്നു ചേരുന്നത്. വലിയ വലിയ നേട്ടങ്ങൾ ഈ രാശിക്കാരിൽ വന്നു ചേരും. ഈ രാശിക്കാരുടെ 5ാം ഭാവത്തിലാണ് ഈ യോഗം ഉണ്ടാവുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് കുടുംബത്തിൽ നല്ല സമാധാനം വന്നെത്തുകയും നിങ്ങളുടെ തൊഴിൽ രംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക വർധനവ് വളരെ വലുതായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഈ നേരത്തെ നിങ്ങൾക്ക് വലിയ ലാഭം കൊയ്യുവാനാകും. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല ജോലി കിട്ടുന്നതിനും പറ്റിയ സമയമാണ് ഇനി എത്തുന്നത്. അതുപോലെ ജോലി ഉള്ളവർക്കാണെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്ത് പ്രസന്നവും അനുകൂലമായ സാഹചര്യങ്ങളും വന്നു ചേരും. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹകരണവും മേലുദ്യോഗസ്ഥൻ്റെ പിന്തുണയും നിങ്ങളുടെ പുതിയ സംരംഭങ്ങൾക്കും ആശയങ്ങൾക്കും തുടർന്നും ലഭിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളെ ഏൽപ്പിച്ച എല്ലാ ജോലികളും കൃത്യസമയത്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് ആസ്വാദ്യകരമായ ഒരു ദിവസമാണ് ഇനി ഉണ്ടാവുക. സമൂഹത്തിൽ നിങ്ങളുടെ പദവിയും അന്തസ്സും ഉയരും. നിങ്ങളുടെ മക്കൾക്ക് ജീവിതത്തിൻ്റെ എല്ലാ രീതികളിലും ഉന്നത നിലയിലെത്താൻ പറ്റിയ സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുവാൻ പോകുന്നത്. അടുത്തത് ധനു രാശിക്കാരാണ്. ഈ രാശിക്കാരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റമാണ് ഇനി വന്നു ചേരുക. ഈ രാജയോഗം ഈ രാശിക്കാർക്ക് മുന്നിലെ എല്ലാ തടസ്സങ്ങളെയും മാറ്റും. സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ച എല്ലാവിധ പ്രതിസന്ധികളും ഈ നേരത്ത് പരിഹരിക്കപ്പെടും. തൊഴിൽ മേഖലയിൽ ഈ രാശിക്കാർക്ക് വലിയ അംഗീകാരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് പ്രമോഷന് സാധ്യതയുണ്ട്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ വളരെ നല്ല നേരമാണ് വന്നെത്തിയിരിക്കുന്നത്. പുതിയ ആശയങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കുവാൻ സാധിക്കും. നിങ്ങൾ ഇനി ആഡംബര ജീവിതമാണ് നയിക്കുവാൻ പോകുന്നത്. ബിസിനസ് മേഖലയിൽ സംഭവിച്ച എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം വന്നു ചേരുകയും നിങ്ങളുടെ മനസ്സിന് വളരെയധികം സന്തോഷം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഈ രാജയോഗത്താൽ സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങേയറ്റം ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സമയം കൂടിയാണ്. നിങ്ങൾക്ക് ശ്രദ്ധയും വിശ്രമവും ആവശ്യമെന്നോണം എടുക്കേണ്ട സമയം കൂടിയാണ്. ഉറക്കമില്ലായ്മ, ഉത്കണ്ഠ, ചുട്ടുനീറ്റൽ തുടങ്ങി ഏതുതരം സൂചനയായാലും അതിനെ നിങ്ങൾ ഒരു രീതിയിലും അവഗണിക്കരുത്. മനസ്സിനും ശരീരത്തിനും ആവശ്യമായ വിധം വിശ്രമം എടുക്കുന്നതും നല്ലതാണ്. നിങ്ങളുടെ ഭക്ഷണരീതി സൂക്ഷ്മമായി പരിശോധിക്കണം. സുഹൃത്ത് സംഭാഷണങ്ങളിൽ അല്പം ശ്രദ്ധിക്കുന്നതും നല്ലതാണ്. നിങ്ങളുടെ പ്രതികൂല മനോഭാവക്കാരായ ആളുകളുമായി വാദപ്രതിവാദങ്ങൾക്ക് പോകാതിരിക്കുന്നതാണ് അത്യുത്തമം. അടുത്തത് ഇടവം രാശിക്കാരാണ്. ഇടവരാശിക്കാർക്ക് ഏറ്റവും നല്ല സമയമാണ് ഇനി വന്നെത്തുന്നത്. ഈ യോഗത്തിലൂടെ ഈ രാശിക്കാരുടെ ജീവിതത്തിൽ മൊത്തത്തിൽ മാറ്റം സംഭവിക്കും. വലിയ നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ രാജയോഗം ഈ രാശിക്കാരുടെ വരുമാനം, ലാഭം, ഭവനം എന്നീ രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ വളരെയധികം വർധനവ് ഉണ്ടാകുവാൻ പോകുകയാണ്. തൊഴിൽ രംഗത്തും നല്ല പുരോഗതി നിങ്ങൾക്ക് കൈവരും. നിങ്ങൾ ഈ സമയത്ത് നിക്ഷേപം നടത്തുന്നുണ്ടെങ്കിൽ വളരെയധികം ലാഭം കൊയ്യുവാൻ സാധിക്കും. ബിസിനസ്സിൽ പുരോഗതി വന്നെത്തുകയും സാമ്പത്തിക സ്ഥിതി വളരെയധികം മെച്ചപ്പെടുകയും ചെയ്യുന്ന സമയമാണ് ഇനി.
നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആഹ്ലാദകരമായ ജീവിതം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വരുമാനം നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് ഇത്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല. വാസ്തവത്തിൽ അത് വർദ്ധിക്കുകയാണ് ഇനി ചെയ്യുന്നത്. നിങ്ങളുടെ തൊഴിലിലും ബിസിനസ്സിലും വ്യക്തി ജീവിതത്തിലും ഇനി ഉയരങ്ങൾ നിങ്ങൾ കീഴടക്കുവാൻ പോകുന്നു. എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. നിങ്ങളുടെ പിതാവിൽ നിന്നും ആനുകൂല്യങ്ങൾ ഒഴുകിയെത്തും. നിങ്ങളൊരു രക്ഷിതാവാണെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ഭാവിയെ മനസ്സിലാക്കി കാര്യമായ നിക്ഷേപം നടത്തുന്നതും വളരെയധികം നല്ലതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ചും പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ വിദ്യാർത്ഥികൾക്കും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണിത്. നിങ്ങളിൽ ഭാഗ്യത്തിൻ്റെ ഒരു മഴയാണ് ഇനി പെയ്യുവാൻ പോകുന്നത്. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹവും കടാക്ഷവും വന്നു ചേരട്ടെ.